ശങ്കരാടിയുടെ ഒരു സിനിമയുണ്ട്. ആ സിനിമയിൽ വളരെ കൃത്യമായി താത്വികാചാര്യന്മാരുടെ കഥയും ബുദ്ധിജീവികളുടെ കാര്യവും എങ്ങനെയാണ് തിരഞ്ഞെടുപ്പിന് തോറ്റതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരുപാട് അന്തർധാരകളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് ചർച്ച ചെയ്യുമ്പോൾ ഒരു സാധാരണ സഖാവ് പാർട്ടി പ്രവർത്തകൻ എഴുതി ചോദിക്കും, സഖാവേ ഇതെല്ലാം ശരിയാണ്, പക്ഷെ നമ്മൾ തോറ്റ കാര്യം പറയൂ, നമ്മൾ എന്തുകൊണ്ട് തോറ്റു? അപ്പോൾ അടുത്ത ആൾ പറയും, ജനങ്ങൾ വോട്ട് ചെയ്യാത്തതുകൊണ്ട് തോറ്റു. ലളിതമല്ലേ? സിമ്പിളാണ്. ജനങ്ങൾ വോട്ട് ചെയ്യാത്തതുകൊണ്ട് തോറ്റു. ജനങ്ങൾ എന്തുകൊണ്ട് വോട്ട് ചെയ്തില്ല എന്നുള്ളതാണ് ചോദിക്കേണ്ടത്. തോറ്റതെന്ത് എന്നല്ല ചോദ്യം. ചോദ്യം തന്നെ തെറ്റാണ്. തോറ്റത് എന്തെന്നൊരു ചോദ്യമില്ല. കാരണം ജനങ്ങൾ വോട്ട് ചെയ്തില്ല, തോറ്റു. ജനങ്ങൾ വോട്ട് ചെയ്യാത്തത് എന്ത് എന്നുള്ള ചോദ്യമാണ് ചോദിക്കേണ്ടത്. അപ്പോൾ കേരളത്തിലെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ എന്തേ LDFന് വോട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ LDFനെ പിന്തുണയ്ക്കാത്തത് എന്തുകൊണ്ട്? ഇതാണ് ചോദ്യം. ഇങ്ങനെയാണ് ചോദിക്കേണ്ടത്. അല്ലാതെ തോറ്റ എന്തുകൊണ്ടെന്ന് വെച്ചാൽ വോട്ടില്ലാത്തതുകൊണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരവുമായി സെൻട്രൽ കമ്മിറ്റി, CC എന്ന് പറഞ്ഞാൽ കേന്ദ്ര കമ്മിറ്റി, സെൻട്രൽ കമ്മിറ്റി, പോളിറ്റ് ബ്യൂറോ കഴിഞ്ഞാൽ, പോളിറ്റ് ബ്യൂറോ ഇസ് ദ പരമാധികാര സഭ, അത് 8-10 പേരകത്തെ കാണുകയുള്ളൂ എപ്പോഴും. അത് കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള കുറച്ചധികം ആളുകൾ കാണുന്ന സെൻട്രൽ കമ്മിറ്റിയുണ്ട്. അതിലേക്ക് കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകളുണ്ട്. ശ്രീമതി ടീച്ചറും അതുപോലെ തന്നെ ശൈലജ ടീച്ചർ, പിന്നെ തോമസ് ഐസക്, അങ്ങനെ കുറച്ച് പേരുണ്ട് ഇവിടെ നിന്ന്. ഈ സെൻട്രൽ കമ്മിറ്റി കഴിഞ്ഞ ദിവസം കൂടി CPMൻ്റെ അവർ ചില തീരുമാനങ്ങൾ എടുത്തു. അവർ പറഞ്ഞത് ഒരാളിൽ കേന്ദ്രീകരിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് ഇതിനകത്ത് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം. ഈ ഒരാളെന്നവർ പറഞ്ഞെങ്കിലും പിണറായിയെ കേന്ദ്രീകരിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്തതാണ് തോൽവിക്കുള്ള പ്രധാന കാരണം. LDF അല്ലാതെ മറ്റാരുണ്ട് എന്നുള്ള മുദ്രാവാക്യം ഗുണത്തേക്കാളേറെ വലിയ ദോഷമാണ് ചെയ്തത്. ഒരു വ്യക്തിയിലേക്കെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ ആ വ്യക്തിയുടെ ഗുണഗണങ്ങളും ജനങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വ്യക്തിയുടെ ഗുണഗണങ്ങൾ ചർച്ച ചെയ്തപ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിന് എന്തെല്ലാം വികസന പ്രവർത്തനം നടത്തിയെന്ന് പറഞ്ഞാലും, എന്തെല്ലാം ക്ഷേമ പ്രവർത്തനം നടത്തിയെന്ന് പറഞ്ഞാലും അദ്ദേഹം ഒരു ഏകാധിപതിയാണ് എന്നൊരു തോന്നൽ പൊതുസമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട്. അത് കുറേ അധികം കാലത്തെ പുതിയൊരു പിണറായി വിജയൻ അല്ല. എടോ ഗോപാലകൃഷ്ണ എന്ന് മാതൃഭൂമിയുടെ ചീഫ് എഡിറ്ററായിട്ടുള്ള ഗോപാലകൃഷ്ണനെ വിളിക്കുന്നത് മുതൽ തുടങ്ങി, കടക്ക് പുറത്തുനിന്ന് പത്രക്കാരോട് മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് പറയുന്നത് തുടങ്ങി, പത്തനംതിട്ടയിൽ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നൊരു സഖാവിനോട് പറയുന്നത് തുടങ്ങി, അങ്ങനെ സകല സ്ഥലത്തും അതുപോലെ കാരണഭൂതനും ലെജൻഡ് എന്നൊക്കെ പറഞ്ഞ് വളരെ വലിയ തോതിൽ ഹൈപ്പ് ഉണ്ടാക്കി, താനാണ് എല്ലാം, ഐ ആം ദ സ്റ്റേറ്റ്, ഞാനാണ് എല്ലാം, ഞാനാണ് പാർട്ടി, ഞാനാണ് സ്റ്റേറ്റ്, ഞാനാണ് മന്ത്രിസഭ, ഞാൻ എന്ന് പറഞ്ഞ് പിണറായി വിജയൻ സ്വന്തമായി മോൾഡ് ചെയ്യാൻ ശ്രമിക്കുകയും ഇനി വിജയൻ ചേട്ടനാണ് എല്ലാം എന്നിവിടുത്തെ സാംസ്കാരിക നായകരും സാമൂഹ്യ നായകരും സിനിമാ പ്രവർത്തകരും സിനിമാ സംവിധായകരും വളരെ പുരോഗമനപരമായി സിനിമ എടുത്തുകൊണ്ടിരുന്ന ആളുകൾ വരെ വിജയൻ ചേട്ടനാണ് ഇനി കേരളത്തിൻ്റെ രക്ഷ എന്ന് പറയുന്ന ഒരു സ്തുതിപാഠകരുടെ ഇടയിൽപ്പെട്ട് പിണറായി വിജയൻ ആകെ വശം കെടുത്തു. ഇപ്പോൾ ആ ഒരു സ്തുതിപാഠകരും കൂടെയില്ല, അവരവരുടെ വഴിക്ക് പോയി, ഒരാളുമില്ല. അവസാനം പിണറായി വിജയൻ ഇപ്പോൾ ഒറ്റയ്ക്കാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ആ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ആ ഒറ്റയാനെ, ഇടഞ്ഞ കൊമ്പനെ, അത് കൊമ്പനാണ്, ഇടയുന്ന കൊമ്പനാണ്, ആ ഇടഞ്ഞ കൊമ്പനെ ആണ് ഇതിനെല്ലാം കുഴപ്പമെന്ന് സെൻട്രൽ കമ്മിറ്റി പറഞ്ഞു. അത് അതേപടി സംസ്ഥാന കമ്മിറ്റി, CPMൻ്റെ സംസ്ഥാന കമ്മിറ്റിയും അംഗീകരിച്ചിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ സെൻട്രൽ കമ്മിറ്റി എടുത്ത തീരുമാനം സംസ്ഥാന കമ്മിറ്റി അത് അംഗീകരിക്കുമ്പോൾ വളരെ വലിയ ചോദ്യങ്ങൾ പുറത്തുണ്ട്. എന്താണ് ഒന്നാമത്തെ ചോദ്യം? അങ്ങനെ സെൻട്രൽ കമ്മിറ്റിയുടെയും പോളിറ്റ് ബ്യൂറോയുടെയും നിരീക്ഷണങ്ങൾ അനുസരിച്ച്, വിലയിരുത്തലുകൾ അനുസരിച്ച്, അവരുടെ കാഴ്ചപ്പാടിനനുസരിച്ച്, നിഗമനങ്ങൾക്കനുസരിച്ച് കേരളത്തിൽ തിരുത്തലുണ്ടാകുമോ? തിരുത്തലുണ്ടാകണമെങ്കിൽ പിണറായി വിജയൻ രാജിവെക്കണ്ടേ? അദ്ദേഹം പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറണ്ടേ? അദ്ദേഹം മാറുമോ? ഒരു കാരണവശാലും മാറില്ല. അദ്ദേഹത്തിനെ മാറ്റുമോ? ഒരു കാരണവശാലും സഖാവെ അങ്ങ് മാറണം, അല്ലെങ്കിൽ അങ്ങയെ മാറ്റും എന്ന് മുഖത്ത് നോക്കി പറയാൻ പറ്റിയ ഒരു ആൺകുട്ടി പോലും ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് CPM നേരിടുന്ന ഏറ്റവും വലിയ പ്രത്യയശാസ്ത്ര പ്രതിസന്ധി. അത് പാർലമെന്ററി പ്രതിസന്ധിയല്ല, പ്രത്യയശാസ്ത്ര പ്രതിസന്ധിയാണ്. സഖാവ് തിരുത്തണം, സഖാവ് ചെയ്യുന്നത് ശരിയല്ല, സഖാവ് മാറിയേ പറ്റൂ എന്ന് ബ്രാഞ്ച് കമ്മിറ്റി മുതൽ പോളിറ്റ് ബ്യൂറോ വരെ പറയുന്ന ഒരു പാർട്ടി ഉണ്ടായിരുന്നു.
അതിൻ്റെ ചരമഗീതം പാടിക്കഴിഞ്ഞു. ആ പാർട്ടി ഇന്ന് നിലവിലില്ല. ഉൾപാർട്ടി ജനാധിപത്യവും ആത്മപരിശോധനയും സ്വയം വിമർശനവും പരസ്പരം സഖാക്കൾ തമ്മിലുള്ള വിമർശനവും ആ വിമർശനത്തിലെ തിരുത്തും മുഖത്ത് നോക്കി സഖാവ് ചെയ്ത തെറ്റാണ് എന്ന് പറയാൻ ആർജവമുള്ള ഒരു സഖാവും ഇല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഏതെങ്കിലും സമ്മേളനങ്ങളിൽ ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ കരമന ഹരിയെപ്പോലുള്ള തിരുവനന്തപുരം ജില്ലയിലെ കരമന ഹരിയെപ്പോലുള്ള ചില ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഡിവൈഎഫ്ഐയിലോ SFIയിലോ പാർട്ടിയുടെ സമ്മേളനങ്ങളിലോ മഹിളയിലൊന്നും അങ്ങനെ ഇല്ല സമ്മേളനങ്ങളോ വരുന്നു എന്നതൊഴിച്ചാൽ സഖാവ് തിരുത്തണം, സഖാവ് മാറണം എന്ന് പറയാൻ ധൈര്യമുള്ള ഒരാളുമില്ല. അങ്ങനെ ആരുമില്ലാത്ത രീതിയിൽ പാർട്ടിയെ പരുവപ്പെടുത്തിയെടുക്കുന്നതിൽ, മുന്നണിയെ പരുവപ്പെടുത്തിയെടുക്കുന്നതിൽ വളരെ വലിയ ഒരു മിടുക്ക് പിണറായി വിജയൻ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനിടയിൽ കുറുക്കൻ ഓരിയിടുന്ന പോലെ നമ്മുടെ പിന്നെയും വിശ്വൻ ചേട്ടൻ വന്ന് ചില കാര്യങ്ങളൊക്കെ പറയും. ഇന്നലെ പറഞ്ഞിരിക്കുന്നു ADGP അജിത്തിനെതിരെ നടപടിയെടുത്തത് 100% കറക്റ്റാണ്. നേരത്തെ ഇത് പറയണ്ടായിരുന്നോ? നേരത്തെ ഈ നടപടി എടുപ്പിക്കണ്ടായിരുന്നോ? എങ്കിൽ മുന്നണിയൊന്നും പോകില്ലായിരുന്നല്ലോ തെരഞ്ഞെടുപ്പിന്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ PV അൻവറൊക്കെ എത്ര തവണ വന്ന് പറഞ്ഞതാണ്. അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം വലിയ ശുദ്ധമാണിത്തരമാണ് ഗൺമാനും ടീമും ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു. പക്ഷേ എന്നിട്ട് അതിലൊന്നും ഒരു നടപടി ഉണ്ടാകണമെന്ന് അന്ന് ബിനോയ് വിശ്വം പറഞ്ഞില്ല. ഇപ്പം പറയുന്നു ADGPക്കെതിരെയുള്ള നടപടി നല്ലതാണ്, സ്വാഭാവികമായി നടക്കേണ്ടതാണെന്നൊക്കെ. എന്തായാലും CPMനെ സംബന്ധിച്ചിടത്തോളം ഈ ഒറ്റയാൻ പോരാട്ടം, ഈ ഒറ്റയാനായിട്ടുള്ള ഇടഞ്ഞ കൊമ്പനെ മാറ്റാൻ ഒരു ശക്തിക്കും കഴിയില്ല. അങ്ങനെ മാറ്റിയാൽ കരിമ്പൻ കേട്ടിൽ ആരകയറിവ് പോലെ സകലതും മുച്ചൂടും മുടിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് പാർട്ടിയുടെ ചരട്. അത് MP ഗോവിന്ദൻ മാഷ് ഒരു ബിനാമി മാത്രമാണെന്നാണ് പാർട്ടിക്കാരുടെ വാദം. എനിക്കറിയില്ല, ഒരു ബിനാമി മാത്രമാണ്. അപ്പോൾ ബിനാമിയാണെങ്കിൽ മെയിൻ കച്ചവടക്കാരൻ ഇതെല്ലാം തീരുമാനിക്കും, അല്ലെങ്കിൽ മെയിൻ ചാമ്പ്യൻ ഇതെല്ലാം തീരുമാനിക്കും. അത് പോയിട്ട് ഭരണത്തിലിരുന്നപ്പോൾ എല്ലാം ഞാനായിരുന്നു, എല്ലാം എൻ്റെ ഓഫീസായിരുന്നു, സകലതും എൻ്റെ ഓഫീസാണ് തീരുമാനിക്കുക. ADGP അജിത് കുമാറിനെ കൊണ്ട് എല്ലാം ചെയ്യിച്ചത് അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ പ്രധാനപ്പെട്ട ആളുകളാണ്. ഇപ്പോൾ അവരാരുമില്ല. പാവപ്പെട്ടവൻ്റെ DGP സ്ഥാനം തെറിച്ചു എന്നുള്ളതല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല. അപ്പോൾ ചുരുക്കത്തിൽ കൃത്യമായി CC പറഞ്ഞാലും, സെൻട്രൽ കമ്മിറ്റി പറഞ്ഞാലും, കേന്ദ്ര കമ്മിറ്റി പറഞ്ഞാലും, സംസ്ഥാന സമിതി പറഞ്ഞാലും, എന്ത് പ്രമേയം അംഗീകരിച്ചാലും ഒരു കാര്യമില്ല. ഞാൻ മാറില്ല എന്ന് ഞാൻ തീരുമാനിക്കും. ഞാൻ മാറണോ വേണ്ടയോ എന്ന് ഞാൻ പറയും. ഞാൻ എന്ന വ്യക്തിത്വത്തെ നിങ്ങൾക്ക് തൊടാൻ കഴിയില്ല. തൽക്കാലം നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുക, ഞാൻ പറയുന്നത് പോലെ പ്രവർത്തിക്കുക.